വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AJ Vlogs. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ വ്ളോഗായിരിക്കും. ഇതിന് മുന്നുള്ള വ്ളോഗ് നാട്ടിലെത്തുന്നതായിരിക്കും. ഇതായിരിക്കും നാട്ടിലത്തെ ആദ്യത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നലെ രാത്രി എത്തി ഞങ്ങൾ. ഇനിയിപ്പോൾ നാളെ എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം ഉണ്ട്. അപ്പോൾ ഞാനും വേറെ ഒരു ഫ്രണ്ടും കൂടി ഇന്ന് എറണാകുളത്തേക്ക് പോവാണ്. അവിടെ വെച്ചാണ് കല്യാണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി പോകുന്ന വഴിക്ക് എടപ്പള്ളി പെരുന്നാളും കൂടി ആയിരുന്നു അന്ന്. അപ്പം നല്ല തിരക്കായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ എഴുഞ്ഞ് അവസാനം എറണാകുളം എത്തി. ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് കൊച്ചി KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. 6 മണിക്ക് പുറപ്പെട്ടതാണ്. ഈ ഓട്ടോയിൽ ഇതെന്താ റിസോർട്ടിന്റെ പേരെന്താ? മീൻസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അത് ചോദിച്ച് പോവാനും ചോദിച്ച് ഇവിടെ വരെ എത്തി. എന്തോ ഭാഗ്യത്തിന് തൃശ്ശൂർ രണ്ട് മണിക്കൂർ കൊണ്ട് എറണാകുളം ബോൾഗട്ടി എത്തുന്നത് പറഞ്ഞത്. അത് നീ സാരി ഒരു വട്ടം അപ്പോഴേക്കും എല്ലാം തന്നോ എനിക്കൊരു 3-4 റൂമിൽ കൂടി പ്രസന്റ് 506 നിങ്ങൾ എല്ലായിടത്തും വരും. എല്ലാരും കണ്ടിട്ട് അതിന് ഞാൻ കുറെ നേരിട്ട് നോക്കണം. എപ്പോ വരാന്ന് പറഞ്ഞത്? അത് വലിയ പെണ്ണായ പോലെ നീ കണ്ടിട്ടേ ഇല്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞു ഒരു വട്ടം പറഞ്ഞിട്ട് അവർ തന്നോന്ന് പറഞ്ഞു. ഞങ്ങൾ പുടവ തന്നോന്ന്. അവരൊക്കെ ചോദിച്ചുള്ളൂ പുടവ തരട്ടാണ്. അത്രയും ഞങ്ങൾ ചാടിക്കാർ പറഞ്ഞു പുടവ തന്നു. വീട് കൊല്ലം അഞ്ചൽ. ഞാൻ പറയാം കോട്ടയം എന്നൊക്കെ ഞാൻ പറഞ്ഞേ. ഞാൻ മറന്നു. ഇതാ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എണ്ണിപ്പറക്കായിരുന്നു. അത് നീ കുള്ളത്തിയായതോട് തോന്നുന്നു. പറഞ്ഞത് എന്തായി നന്നായി. നമ്മള് മുല്ലപ്പൂ തപ്പൻ. ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, ചേട്ടാ എവിടെയാ ഇതൊന്ന്? പാലസ് ലോൺ. മുല്ലപ്പൂ കിട്ടിയാ നമ്മൾ ബണ്ണാക്കും, ഇല്ലെങ്കിൽ നമ്മൾ അഴിച്ചിടും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പാലസ് ലോൺ. നമ്മളായിട്ട് ഒരു അന്തവും കൊണ്ടില്ലാണ്ട് ഇവിടെ നടക്കുന്നുണ്ടോ അല്ലേ? ഞാൻ പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ബോയ്ക്ക് തീരെയൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് എനിക്ക് ഓർമ്മ. ഞാൻ ഫസ്റ്റ് ടൈം ഈ ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്നാണ് എനിക്കത്. അപ്പുറത്തെ അദിര അനന്തു ഇവിടെ എഴുതിയിട്ട് ഇത് കണ്ടില്ലേ നീ? കുട്ടിക്കാളി
ഇടിഞ്ഞോണ്ട് വീഴണ്ട ടേസ്റ്റ്. ഇവിടെയാണോ അപ്പൊ ബിഗ് ബോസ്? യെസ് യെസ് തന്നെ. ഇവിടെയാണോ അവിടെ നിന്ന് സംസാരിക്കുന്നത്? പക്ഷെ ഇങ്ങനെ കാണുമ്പോ നമുക്കൊന്നും തോന്നണില്ല അല്ലേ? അതെ, സിനിമാറ്റോഗ്രാഫി. ഫോട്ടോ എടുത്തിപ്പോ. എന്ത് ചെയ്യാൻ അറിയാതെ രണ്ട് കുരങ്ങികൾ കല്യാണം കൂടെ വന്നേക്കാം. ഞങ്ങൾ മാനേജ് ചെയ്തു ഇവിടെ വരെ എത്താൻ. ഇനി നമ്മൾ എന്നാ യെസ്. നമ്മൾ എങ്ങോട്ട് പോകണം? പാലസ് ഹോൾ. എല്ലാരും റെഡി ആവുന്നേ. ഇത് ഓപ്പൺ ആണോ? ഓപ്പൺ ഇതാ പുള്ളിക്കാരി അടിച്ചു ചോദിച്ചു. ഞാനൊരു കാര്യം പറയാം ഇത് കഴിഞ്ഞിട്ട്. എന്തായാലും ഫോട്ടോ കിട്ടും. എന്താ ഇങ്ങോട്ടാ പോണേ? പിന്നല്ലാതെ അതിൽ കിട്ടോ നമ്മളെ? വാ. ഇപ്പൊ ഒന്നുകൂടി കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് മാതിരി ഒരു ഔട്ട്ഡോർ കല്യാണം, ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്. നേരമാവതറിയാമലേ മിക വിനോദമാന മുരളീധര. നേരമാവതറിയാമലേ മിക വിനോദമാന മുരളീധര. എൻ മനമலை പായുതേ. ഞാൻ എടുക്കുന്നതെന്നേ ഉള്ളൂ. ഞാനതൊക്കെ നമ്മളങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫോട്ടോ കയറാം.
എനിക്ക് മെസ്സേജ് ആയിട്ടാണോ വരിക? അയ്യോ ഇല്ല, വന്നിട്ടില്ല. ഒന്നുകൂടെ അയക്കാൻ പറ്റുമോ? ചേട്ടൻ അയക്കുന്നതല്ലേ, ഓട്ടോമാറ്റിക് വരുന്നതല്ല OTP നമ്പർ. 4126. ഓക്കെ അല്ലേ? പ്രശ്നല്ലേ? ഒരു എന്താ കണക്ഷൻ ഇല്ലെന്ന്. കണക്ഷൻ അതും എന്നോട് പറഞ്ഞു കേട്ടാ. എന്താ നീ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി. എങ്ങനെയാ? അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ലീവില്ലാത്തത് കൊണ്ടും കുറേ പരിപാടികൾ അതിൻ്റെ ഇടയിലുള്ളത് കൊണ്ടും തന്നെ അധികം ദിവസം നിൽക്കാനോ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും സമയമില്ല. എന്നാലും ഒരു ദിവസം നിന്നതിൽ ഹാപ്പിയാണ്. ഇത് കൂടാതെ വേറെയും കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരൊന്നും നാട്ടിലില്ല, അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു വലിയ മിസ്സിങ് ആയിരുന്നു. എന്നാലും രസമുള്ള ടൈമായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.